നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 28, 2025 ചൊവ്വ. അങ്ങനെ ഈ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഹൈലി വോൾട്ടൈൽ ആയിരുന്നെങ്കിൽ കൂടിയിട്ടും ചെറിയ പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ നിന്നും 1099.9 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി ഇന്ന് നിഫ്റ്റിക്ക് മന്ത്ലി ബേസിസിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഏകദേശം 4%. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുവാനുണ്ടായ 5 ഘടകങ്ങളും തുടർന്ന് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് റിക്കവറി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് വരുവാൻ സഹായിച്ച മറ്റ് 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. മാത്രവുമല്ല ഇന്ന് NSEയുടെ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിന്റെയൊക്കെ മന്ത്ലി എക്സ്പയറി ആയിരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 26,041 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർന്ന് മാർക്കറ്റിലുണ്ടായ വലിയ ഫോളിനെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം 25,810 എന്ന ലെവലിൽ നിന്നും നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 2:50 മാർക്കറ്റിന് നഷ്ടപ്പെട്ട എല്ലാ പോയിന്റുകളും തിരിച്ചുപിടിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി 29 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,936 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 150 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് അതേസമയം 99 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഫിൻ നിഫ്റ്റിക്ക് 65 പോയിന്റുകളുടെ നഷ്ടം ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് NSEയിലാകെ 1255 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 1566 കമ്പനികൾക്ക് നഷ്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ബജാജ് ഫിൻസർവ്, ബജാജ് ഫൈനാൻസ്, ICIC ബാങ്ക്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ടാറ്റ സ്റ്റീൽ, SBI ലൈഫ് ഇൻഷുറൻസ്, JSW സ്റ്റീൽ, HDFC ലൈഫ്, L&T തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 1.2% നേട്ടം കൈവരിക്കാനായപ്പോൾ മീഡിയ ഇൻഡെക്സിന് 1% നേട്ടവും അതേസമയം IT, ഫാർമ, FMCG, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപ ആദ്യത്തെ ട്രേഡിംഗ് സെക്ഷനുകളിൽ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും പിന്നീട് ശക്തിയാർജിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 2 പൈസയുടെ നഷ്ടത്തോടുകൂടി 88.26 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാർക്കറ്റ് ടൈമിൽ റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുവാനുണ്ടായ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ചെറിയ എമൗണ്ടിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിട്ട് മാറുകയുണ്ടായി. ഇപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഈ ഒരു ആക്ഷനാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുവാനുണ്ടായ ആദ്യത്തെ കാരണം. രണ്ടാമതായി ഇന്നും നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവൽ മറികടക്കുവാൻ സാധിച്ചു. സോ മാർക്കറ്റ് ഈ വർഷത്തെ അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇന്നും എത്തിച്ചേർന്നതിനെ തുടർന്ന് അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. എസ്പെഷ്യലി ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, റിയാലിറ്റി, FMCG, IT തുടങ്ങിയ മേഖലകളിൽ ഹെവി വെയ്റ്റ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും ലാഭമെടുപ്പ് പ്രകടമായിരുന്നു. സോ ഇന്നത്തെ പ്രോഫിറ്റ് ബുക്കിംഗും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുകയുണ്ടായി. ആദ്യ സെക്ഷനിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ നേരിട്ട ശക്തമായ ഇടിവ് ഏകദേശം 22 പൈസയുടെ അടുത്ത് നഷ്ടം നേരിടുകയുണ്ടായി. സോ ഈ ഒരു ഘടകവും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുകയുണ്ടായി. നാലാമതായി ഇന്ന് ഇന്ത്യ വിക്സ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷന്റെ ആരംഭം മുതൽ അതിശക്തമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. 7%. ഇന്നലെയും അതിശക്തമായ ഉയർച്ചയാണ് ഇന്ത്യ വിക്സിൽ. എന്നാൽ അതേസമയം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഇന്ത്യ വിക്സ് തിരിഞ്ഞ് കൂൾ ഓഫ് ആയെങ്കിൽ കൂടിയിട്ടും ആദ്യ സെക്ഷനുകളിൽ ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായിട്ട് ബാധിച്ചു. അഞ്ചാമതായും അവസാനമായും ഡെഫിനറ്റ്ലി ഇന്ന് NSEയിലെ ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയൊക്കെ എക്സ്പയറി ആയിരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റും ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ മന്ത്ലി കോൺട്രാക്ട്സിന്റെ എക്സ്പയറിയും നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിക്കുകയുണ്ടായി.
എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഉച്ചതിരിഞ്ഞ് 2:50 വീണ്ടും നമ്മുടെ മാർക്കറ്റിന് ഒരു തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ചു. നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടിയിട്ടും. മാത്രവുമല്ല, നിഫ്റ്റിക്ക് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്നും വെറും 3 പോയിന്റുകളുടെ താഴെ മാത്രമായിട്ട് തൽഫലമായി ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഇനി നമുക്കിന്ന് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും ഒരു തിരിച്ചുവരവിന് സഹായിച്ച 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നോക്കാം. ആദ്യമായി തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് ഫെഡ് പോളിസിയുടെ മീറ്റിംഗ് ആരംഭിക്കും. നാളെ ഒക്ടോബർ 29 ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തിരിച്ചു വരാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തുടർന്ന് രണ്ടാമതായി US ചൈന ട്രേഡ് ഡീലിലുള്ള ശുഭാപ്തി വിശ്വാസം അതേപടി നിലനിൽക്കുന്നത് ഇന്ന് നമ്മുടെ മാർക്കറ്റിനും വീണ്ടും ശക്തി പകരുവാൻ കാരണമായി മാറുകയുണ്ടായി. മൂന്നാമതായി ഇന്ത്യ വിക്സ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. സോ ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ കൂൾ ഓഫും നമ്മുടെ മാർക്കറ്റിന് വീണ്ടും ഒരു റിക്കവറിക്കുള്ള സാധ്യതകൾക്ക് വളരെയേറെ സഹായിക്കുകയുണ്ടായി. ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് വീണ്ടും തിരിച്ചുവരവ് നടത്തുവാൻ ഇന്ത്യൻ രൂപയ്ക്ക് സാധിക്കുകയുണ്ടായി. സോ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിന് പിന്നീട് ഗുണകരമായിട്ട് മാറി. ഇതിനെല്ലാം പുറമെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ വീണ്ടും കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. സോ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു ഘട്ടത്തിൽ താഴേക്ക് പോകാൻ ഇടയാക്കിയതും അതിനുശേഷം തുടർന്നൊരു റിക്കവറിക്ക് സാധ്യതകൾ ഒരുക്കുകയും ഉണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 57 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് സിംഗപ്പൂർ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൊമോഡിറ്റിയിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1.5% ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുക. അതേസമയം ഗോൾഡിൽ ശക്തമായ ഇടിവാണ് നിലവിലും കാണുവാൻ സാധിക്കുക. ഗോൾഡിന്റെ വില $3,900 തൽഫലമായി എത്തിച്ചേരുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഒരു സാർവത്രിക ബാങ്കായി മാറാനുള്ള അപേക്ഷ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരിച്ചയക്കുകയുണ്ടായി. യെസ് ബാങ്ക് അനിൽ അംബാനി ഗ്രൂപ്പ് കേസിൽ ഷെൽ കമ്പനികൾ വഴി ഫണ്ട് വകമാറ്റൽ നടത്തിയതായിട്ട് CBI കണ്ടെത്തി. ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ്ടെക് ഓറഞ്ച് ബിസിനസ് സർവീസ് ഇന്ത്യ ടെക്നോളജിയുമായിട്ട് ഒരു മാസ്റ്റർ സർവീസ് കരാറിൽ കമ്പനി ഏർപ്പെടുകയുണ്ടായി. ഡോക്ടർ റെഡ്ഡീസ് സഞ്ജീവ് ശർമ്മയെ കമ്പനിയുടെ ചീഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ. TVS മോട്ടോഴ്സ് Q2 ഏർണിംഗ്സ് കമ്പനി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 37% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. റവന്യൂവിലും 29% വളർച്ചയും രേഖപ്പെടുത്തി. സൂര്യോദയ് സ്മോൾ ഫൈനാൻസ് പ്രകാശ് ഗുലാത്തിയെ കമ്പനിയുടെ ചീഫ് പീപ്പിൾ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ. MCX സാങ്കേതിക തകരാറ് മൂലം പ്ലാറ്റ്ഫോമിലെ വ്യാപാരം ഇന്ന് 4 മണിക്കൂറിലധികം നിർത്തിവെക്കുകയുണ്ടായി. തുടർന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം ഉച്ചതിരിഞ്ഞ് 1:25 പതിവ് വ്യാപാരം പുനരാരംഭിക്കുകയുണ്ടായത്. തൽഫലമായി ഇന്ന് സ്റ്റോക്കിന്റെ വിലയിൽ 2% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെടുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.